ആശുപത്രികളിലെ പൊതു തീവ്രപരിചരണ വിഭാഗങ്ങൾക്കും ഹൃദ്രോഗ തീവ്രപരിചരണ വിഭാഗങ്ങൾക്കും രാജ്യവ്യാപകമായി മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതിന് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കോടതിയലക്ഷ്യ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ICUവിലെ അശ്രദ്ധയും അണുബാധയും പീഡനങ്ങളും വരെ വിവാദമാകുമ്പോഴാണ് ഈ നമ്പർ 1 അനാസ്ഥ. ആരോഗ്യരംഗത്തെ മികവ് പ്രസംഗ വിഷയമാക്കിയ നാം ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ട അടിസ്ഥാന ജോലികൾ പോലും ചെയ്തില്ല എന്നത് തെറ്റാണ്. അത് തിരുത്തിയില്ലെങ്കിൽ അക്ഷന്തവ്യമാകും. പൊതു സ്വകാര്യ ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തി തീവ്രപരിചരണത്തിന് നടപടിക്രമങ്ങൾ തയ്യാറാക്കി ഈ മാസം 5-നുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കി നൽകാനായിരുന്നു ഓഗസ്റ്റ് 19-ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് സെപ്റ്റംബർ 30-ഉം റിപ്പോർട്ട് കൈമാറുന്നതിന് ഒക്ടോബർ 5-ഉം എന്ന സമയപരിധി നിശ്ചയിച്ചു. അത് അവഗണിച്ചതിനാലാണ് കോടതി നടപടികളിലേക്ക് കടന്നത്. സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അലംഭാവം ഞെട്ടലോടെ കാണുന്നുവെന്ന് പറഞ്ഞ കോടതി വിഷയം വീണ്ടും പരിഗണിക്കുന്ന നവംബർ 20-നകം കാരണം കാണിക്കൽ സത്യാവാങ്മൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്ന് കോടതിയിൽ ഹാജരായില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കോടതി നടപടി എടുത്താലും ഇല്ലെങ്കിലും ആരോഗ്യരംഗത്ത് മുന്നിലുള്ള കേരളത്തെയും ഈ അപമാന പട്ടികയിൽ കയറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാനം നടപടിയെടുക്കേണ്ടതാണ്. ആരോഗ്യവകുപ്പിന്റെ പ്രതികരണവും പ്രധാനമാണ്. ICU കേവലം അടച്ചിട്ട മുറിയല്ല, അതിനുള്ളിൽ ഗുരുതരാവസ്ഥയിലുള്ളതും മരണത്തോട് മല്ലടിക്കുന്നവരുമായ രോഗികളാണ്. പുറത്ത് നല്ല വാർത്തകൾക്കായി ഊണും ഉറക്കവും വിളിച്ച് കാത്തിരിക്കുന്ന ബന്ധുക്കളുമുണ്ട്. കൂട്ടിരിപ്പുകാർക്ക് പോലും പ്രവേശനമില്ലാത്ത ICUവിന്റെ സംവിധാനങ്ങൾ ഡോക്ടർമാർക്ക് മാത്രമല്ല രോഗികൾക്കും സുരക്ഷിതമായിരിക്കണം. അന്നന്ന് ഡ്യൂട്ടിയിലുള്ളവരുടെ മനോധർമ്മം അനുസരിച്ചല്ല, കർശന മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കണം പ്രവർത്തനം. ICUവിൽ പ്രവേശിപ്പിക്കൽ, ചികിത്സാ ചെലവ്, വാർഡിലേക്ക് മാറ്റൽ, ശുചിത്വ നിലവാരം, ആധുനിക സംവിധാനങ്ങൾ, ചികിത്സയുടെ നടപടിക്രമങ്ങൾ, രോഗികൾക്കുള്ള പരിഗണന, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ജീവനക്കാർ എന്നിവരുടെ യോഗ്യത, പുറത്ത് കൂട്ടിരിപ്പുകാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വിവരം കൈമാറൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടതാണ്. NABH എന്ന നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, IPHS എന്ന ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് എന്നീ അംഗീകാരങ്ങളുള്ള ആശുപത്രികൾ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടാകാം. പക്ഷേ ഒരു സർട്ടിഫിക്കറ്റിൽ ആരോഗ്യരംഗം സുരക്ഷിതമാണെന്ന് കരുതാനാകില്ല. അതുപോലെ 2 മുറി നഴ്സിംഗ് ഹോമിലെ ഒറ്റ മുറിയിൽ 1-2 മോണിറ്ററുകൾ സ്ഥാപിച്ച് അതിനെ ICU എന്ന് വിളിക്കുന്ന ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. രോഗികൾക്ക് നിശ്ചിത ചികിത്സ ലഭിക്കാനും ICUവിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാകാനും രോഗികളുടെ ബന്ധുക്കൾക്ക് സംശയം ഏതുമില്ലാതിരിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കാലാനുസൃതമായി ഉണ്ടാകേണ്ടതാണ്. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ 9 വയസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമല്ലെന്നും ചികിത്സയിലെ പിഴവ് കൊണ്ടാണെന്നും ആരോപിച്ച് കുട്ടിയുടെ പിതാവ് ഡോക്ടറെ ആക്രമിച്ചത് വിവാദമായിരുന്നു. ആശുപത്രി അധികൃതരുടെ റിപ്പോർട്ട് മസ്തിഷ്ക ജ്വരമാണെന്നായിരുന്നെങ്കിലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇൻഫ്ലുവൻസ A അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയ മൂലമാണ് കുട്ടി മരിച്ചതെന്നാണ്. ICUകൾ അണുമുക്തമാണോ? ചികിത്സകർ ശുചിത്വ നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടോ? യന്ത്രങ്ങൾ പ്രവർത്തന സജ്ജമാണോ? തുടങ്ങിയ കാര്യങ്ങൾ രോഗിയുടെ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞെത്തിയ രോഗിയെ ആശുപത്രി ജീവനക്കാർ തന്നെ ലൈംഗികമായി ദുരുപയോഗിച്ച സംഭവങ്ങളുണ്ട്. ആശുപത്രി ജീവനക്കാരെ ആക്രമിച്ച സംഭവങ്ങളിൽ നടപടി ഉണ്ടാകുമെങ്കിലും രോഗിയുടെ ദുരൂഹമായ മരണങ്ങൾ പലപ്പോഴും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളിൽ ഒതുങ്ങും. ഒട്ടുമുക്കാലും ചികിത്സാ പിഴവിലെന്ന വിശദീകരണം മാത്രമായിരിക്കും. ICUവിൽ CCTV സാധ്യമല്ലെങ്കിൽ പഴുതടച്ച മേൽനോട്ട ക്രമീകരണം ഉണ്ടാകണം. ICU ചികിത്സയുടെ സാമ്പത്തിക വശവും നിരീക്ഷിക്കണം. സ്വകാര്യ ആശുപത്രികൾ ICUവിൽ കിടക്ക കാലിയാകുന്നതിനനുസരിച്ച് രോഗികളെ പ്രവേശിപ്പിക്കുന്നതും അപൂർവമല്ല. ആതുര സേവനം ലാഭസാധ്യതകൾ തുറക്കുകയും കൂടുതൽ കച്ചവടക്കാർ അതിലേക്ക് ആവേശപൂർവ്വം എത്തുകയും ചെയ്യുന്നതിനാൽ കർശനമായ മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. ICUവിൽ രോഗിക്കായിരിക്കണം 1-ാം സ്ഥാനം. ഇന്നത്തെ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ആശുപത്രി നടത്തിപ്പുകാരും ഡോക്ടർമാരും നഴ്സുമാരും അടക്കം ആരും നാളത്തെ രോഗികളാകാമെന്നതും മറക്കരുത്. ഈ റിപ്പോർട്ടിന് വേണ്ടി സുപ്രീം കോടതി ഇനിയും വടിയെടുക്കാൻ ഇടയാകരുത്.